ഇന്ന് നമുക്കൊരു റെഡ് മാക്രോണി ഉണ്ടാക്കിയാലോ? വായോ, ഈ കാണുന്നത് മാക്രോണിയാണ്. മാക്രോണിയുടെ പാക്കറ്റ്. അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. കുറച്ചെടുത്തിട്ട് ഞാൻ ഇത് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്യാൻ വെച്ചതിലേക്ക് ഈ മാക്രോണി ഇട്ട് കൊടുത്തു. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്രോണിയുടെ മേളിൽ വെള്ളം എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ സംഭവം ഒട്ടിപ്പിടിച്ച് പോകും. ഇതെന്ന് വെച്ചാൽ പതുക്കെ ചൂടായി വരുമ്പോഴത്തേനും ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മേളിൽ വെള്ളം നിൽക്കണം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും. ഒത്തിരി ഇടരുത്, ആവശ്യത്തിന് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെയും നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ആവശ്യത്തിന് മാത്രമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടത് വേവിക്കാൻ വയ്ക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പിടിച്ച് പോകും. പതുക്കെ വെന്ത് കഴിയുമ്പോൾ പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതുപോലെ 2 ടൊമാറ്റോയും പിന്നെ ഞാൻ ഒനിയന്, ക്യാപ്സിക്കം, മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ പരുവമായിട്ടുണ്ട്. പതുക്കെ വെള്ളമൊക്കെ താന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും പതുക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഒത്തിരി നേരം വേഗണ്ട, പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഞാൻ പെട്ടെന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ക്യാപ്സിക്കം ഉണ്ട്, മല്ലിയിലുണ്ട്, ഒനിയനുണ്ട്. ഇത് പാസ്ത മസാലയാണ് കേട്ടോ, നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ പാസ്ത മസാലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത്രയും വേണം. അപ്പം ഇത് നമ്മളെടുത്ത് മാറ്റി വെക്കുക. പിന്നെ സോസ് നിർബന്ധമായിട്ട് വേണം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ടൊമാറ്റോ സോസ് എടുത്തേക്കണേ. ഇത് ഞാൻ ആ വെള്ളം ഊറ്റിയെടുത്തതാണ്. നമ്മുടെ തുളയുള്ള പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഊറ്റിയെടുത്തു. അതിനുശേഷം അതൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം നമ്മുടെ ഒനിയൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റുമോ, ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തക്കാളി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്നും അധികം വെന്ത് പോവണ്ട. നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അങ്ങനെ വഴറ്റി എടുക്കുന്ന ഒരു പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് ഒന്ന് വാടി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി നമ്മുടെ സോസും സംഭവം എല്ലാം നമുക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യുക. അധികം ഒന്നും ഇങ്ങനെ കിടന്ന് വാടിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം എപ്പോഴും ഓർക്കണം, ആദ്യം ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം അതൊന്ന് വഴന്ന് വരാനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പരുവം ആകുമ്പോഴത്തേനും, അത് ഒത്തിരി വഴന്നില്ല, എന്നാൽ ഏകദേശം ഈ ഒരു പരുവം ആകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് പാസ്ത മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 ഇട്ട് കൊടുത്തു. 2 ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു റെഡ്നെസ് ഒക്കെ കൂടുതൽ തോന്നും. അപ്പം 2 മസാല ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇത് നമ്മുടെ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഈ മസാല പാസ്ത മസാല എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചാൽ മതി. അപ്പം പാസ്ത മസാല നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് അങ്ങോട്ട് അവിഞ്ഞു പോകും. അങ്ങനെ കൊള്ളത്തില്ല. ഈ ക്യാപ്സിക്കം പച്ചമണം മാറാതെ കിട്ടേണ്ട ഒരു സംഭവമാണ് ക്യാപ്സിക്കത്തിന്. ചെറുതായിട്ടൊന്ന് കടിച്ച് കിടക്കണം. അതിപ്പോൾ നൂഡിൽസ് ആണെങ്കിലും മക്രോണിക്ക് ആണെങ്കിലും അങ്ങനെ കിടന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇങ്ങെടുക്കുക. വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് സോസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിവിടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് നമുക്ക് അളവനുസരിച്ച് നമുക്ക് എത്രയാണോ മാക്രോണി എടുത്തേക്കുന്നത് അതിന് ഏകദേശം ഒരു പരുവത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അറിയാലോ നമ്മൾ എടുക്കുമ്പം അത് എത്രയും വേണ്ടതെന്നുള്ളത്. അപ്പം അതിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കാരണം ഒത്തിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ തക്കാളി ഓൾറെഡി ഉണ്ട്, ഇതിൻ്റെ എല്ലാം കൂടി ഒരു പുളിപ്പ് ഇച്ചിരി കൂടും. അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എടുക്കുന്ന മാക്രോണിയുടെ അളവനുസരിച്ച് തക്കാളിയുടെ അളവ് എടുത്താൽ മതി. ഒത്തിരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൊമാറ്റോയുടെ ആവശ്യമുള്ളൂ. ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ മാത്രം 2 എടുക്കുക കേട്ടോ. ഇനി ഇരിക്കുന്ന മാക്രോണി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുക്കാൻ സമയം ജസ്റ്റ് തണുത്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം നമ്മൾ പതുക്കെ ഒരു ഇത് വെച്ച് തവ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേനും അത് ഓൾറെഡി സെറ്റാവും, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിക്സ് എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തോണം. ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇത് ഇളക്കി കൊടുക്കാതെ ചുമ്മാ ഈ സാധനത്തെ കടിച്ചു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മിക്സ് എല്ലാത്തിലും തന്നെ ഈ മാക്രോണി പറ്റാനായിട്ട് നോക്കുക. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് വണ്ണായിട്ട് നമ്മൾ മല്ലിയില ചേർത്ത് അങ്ങ് സെറ്റ് ചെയ്യുക. മല്ലിയില ഇടുമ്പോഴത്തേനും നല്ല ഫ്ലേവർ ഉണ്ടാവും, ആ ഒരു മാക്രോണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് മല്ലിയില ചേർക്കാൻ എപ്പോഴും ഓർക്കുക. ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്, ചെയ്ത് നോക്കുക കേട്ടോ.